ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഓസ്ലർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിതിൻ മനോഹർ തോമസ് സംവിധാനം ചെയ്ത ജയറാമേട്ടൻ നായനായിട്ടുള്ള ഒരു പുതിയ ചിത്രമാണ്. ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയുന്ന ഒരു പടം. സിനിമ കണ്ടതിൽ എനിക്ക് എന്താ പറയുക, ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഒരു പ്രാവശ്യം കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഹൈപ്പ്, എനിക്ക് നിതിൻ മനോഹർ തോമസിൻ്റെ തിരക്കഥ, സംവിധാനം ഇതൊക്കെ കാരണം എനിക്ക് ഭയങ്കര, ഞാൻ അറിയാതെ തന്നെ ഒരു കുറേ എക്സ്പെക്ടേഷൻ വയ്ക്കും. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു വൺ ടൈം വാച്ച് ആയിട്ട് തോന്നിയത്. വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പടം പോയി കാണുക. ഇതുവരെ കാണാത്തവർ ഒരു വൺ ടൈം വാച്ച് എന്നൊരു പ്രതീക്ഷയൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങൾ പോയി കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ജയറാമേട്ടൻ നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല രീതിയിൽ, നല്ലൊരു രീതിയിൽ അദ്ദേഹത്തിന് റോള് കിട്ടിയിട്ടില്ലെന്ന് പറയാം. അതുകൊണ്ടാണ് അദ്ദേഹം അത് അഭിനയിക്കാൻ അറിയാത്ത ഒരു മനുഷ്യനൊന്നും അല്ലല്ലോ. അപ്പം നല്ലൊരു റോള് കിട്ടിയത് അദ്ദേഹത്തിന് ഇപ്പോഴാണ്. കുറേ നാൾക്ക് ശേഷം ഒരു ഒരു ജയറാമേട്ടനെ കാണാൻ പറ്റത്തില്ല. ജയറാമേട്ടൻ്റെ പഴയ സ്റ്റൈല്, പുള്ളിയുടെ രീതികളെല്ലാം എടുത്ത് കളഞ്ഞ് പുതിയൊരു പുള്ളിയുടെ, അതായത് നിതിൻ മനോഹർ തോമസ് എങ്ങനെയാണോ ആ ക്യാരക്ടറിന് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ ജയറാമേട്ടൻ മാറിയിട്ടുണ്ട് സിനിമയിൽ. ബോഡി ലാംഗ്വേജ്, നടപ്പ്, ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം ഒരു പുതിയൊരു ജയറാമേട്ടനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ജഗദീഷ് ഏട്ടനും ഒരു നല്ല വ്യത്യസ്തമായിട്ടുള്ള ഈ അടുത്ത കാലത്ത് പുള്ളിയെ കണ്ട ഒരു റോളൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട, അതിലും ഒരു വെറൈറ്റി അദ്ദേഹം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ അതിനകത്ത് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, പോലീസുകാർ, എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു പടമാണ്. നമുക്ക് കുറേ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്ന് നമുക്ക് കുറേ കൺഫ്യൂഷൻ അടിക്കും. അതുപോലെ തന്നെ അർജുൻ അശോകൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന റോള് ഗംഭീരമാണ്, നല്ല രസമുള്ളതാണ്. പക്ഷേ എൻ്റെ ചെവിയുടെ കുഴപ്പമാണോ അതോ തിയേറ്ററിൻ്റെ കുഴപ്പമാണോ എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുറച്ച് സംഭാഷണങ്ങൾ കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ മാത്രം ഫീലിംഗ് ആയിരിക്കും, കാരണം ചിലപ്പം തിയേറ്ററിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ എൻ്റെ ചെവിയുടെ പ്രോബ്ലം ആയിരിക്കാം. എനിക്ക് അങ്ങനെ കുറച്ച് ഇടങ്ങളിൽ മനസ്സിലാവാതെ തോന്നി. അർജുൻ അശോകൻ്റെ പുള്ളിയുടെ ക്യാരക്ടർ പക്കയായിരുന്നു, നല്ല അഭിനയമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട അങ്ങനെയല്ല, എല്ലാവരും ഗംഭീരമാണെന്ന് പറയാം. അതുപോലെ ഫസ്റ്റ് ഹാഫ് ഈ സിനിമയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇരുത്തിക്കളയും. നമ്മളിങ്ങനെ ഒരു ത്രില്ലിംഗ് മൂഡിലോട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു നിർത്തിയേക്കുന്ന ഒരു പഞ്ചില്ലാത്തൊരു ഫസ്റ്റ് ഹാഫിലാണ് നമുക്ക് ഇൻ്റർവൽ വരുന്നത്. ഒരു പഞ്ചില്ലാത്ത രീതിയിലാണ് ഇൻ്റർവൽ പോർഷൻ നിർത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് ഒരു വരും. എൻ്റെ പൊന്നോ, എന്തായാലും എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ മമ്മൂക്ക തന്നെ. ഈ അടുത്ത കാലത്ത് ഞാൻ പറയാം, ഈ കുറേ നാളുകൾക്ക് ശേഷം ഒരു 10 ഭീഷ്മാർവോ ഒക്കെ ഒന്നുമല്ല, ഇതിന് കിട്ടിയൊരു ഇൻട്രൊഡക്ഷൻ, ഒരു രക്ഷയില്ലാത്ത ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എനിക്കൊന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 2000 ലാസ്റ്റ് ഏതാ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഇപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ മമ്മൂക്കയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഈ അടുത്ത കാലത്തൊന്നും ഇതിൽ വെല്ലുന്ന ഒരു ഇൻട്രൊഡക്ഷൻ മമ്മൂക്കയ്ക്ക് വന്നിട്ടില്ല. അതുപോലാണ് മമ്മൂക്കയ്ക്ക് നമുക്ക് തന്നെ രോമാഞ്ചം തോന്നുന്ന രീതിയിലാണ് മമ്മൂക്കയുടെ ഇൻട്രോ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിയുമ്പോൾ മമ്മൂക്ക പിന്നെ പറയേണ്ട കാര്യമില്ലോ, ഇമോഷൻസ്. പക്ഷേ അദ്ദേഹത്തിന് ഈ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ക്ലീഷയും കാര്യങ്ങളും, പിന്നെ തിരക്കഥ അല്ലെങ്കിൽ പിന്നെ വരുന്ന കഥയ്ക്ക് കുറച്ച് ബലക്കുറവൊക്കെ വന്നുകൊണ്ട് ഇമോഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് അങ്ങോട്ട് കണക്റ്റ് ആവാൻ പറ്റത്തില്ല. കാരണം മമ്മൂക്കയുടെ ഒരു അഭിനയം കൊണ്ട് നമുക്ക് കുറച്ച് ഫീൽ ചെയ്യുമെങ്കിലും ഒരു കഥാപരമായിട്ടൊക്കെ ഒരു മങ്ങിയ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇൻ്റർവെല് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു ക്ലീഷയൊക്കെ പോലെ നമുക്ക് അത്രയ്ക്ക് ഒരു ആവറേജ് ലെവലിൽ നിന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് വരെ കിടക്കുന്ന സാധനമായിരുന്നു. സെക്കൻഡ് ഹാഫ് കൊണ്ട് ഇങ്ങനെ നൈസായിട്ടൊന്ന് ആവറേജ് രീതിയിൽ പോയിട്ടുണ്ട്. ഇല്ലാതെ ഒന്നും കൂടെ ഗംഭീരമായിട്ട് തോന്നും. കാരണം ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾ സിനിമ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഗംഭീരം പടമായിട്ട് തോന്നിയിരിക്കും. ക്ലൈമാക്സും നമുക്ക് ഓക്കെ എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സ് ആണ്. പിന്നെ ചിലപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു ക്ലൈമാക്സ് ഇട്ടിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ പറയുന്നില്ല, പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം, അല്ലാതെ ഒരുപാട് അഞ്ചാം പാതിര അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഈ ത്രില്ലർ അതുപോലത്തെ അത്രയ്ക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. എനിക്ക് ത്രില്ലറായിട്ട് തോന്നിയത് കറക്റ്റ് ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് ഇരുത്തി ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫും കൂടെ വേറെ രീതിയിൽ പോയി കഴിഞ്ഞാൽ മമ്മൂക്കയൊക്കെ ഉണ്ടെന്ന് എനിക്ക് കൺഫേം ഇല്ലായിരുന്നു. ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷേ പുള്ളിയും കൂടെ വന്ന സ്ഥിതിക്ക് കുറച്ചും കൂടെ മേലിൽ പോകാൻ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയത് മമ്മൂക്ക വന്നതിന് ശേഷവും ജയറാമേട്ടനെ അങ്ങനെ സൈഡാക്കിയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ജയറാമേട്ടനും നല്ല രീതിയിൽ തന്നെ മമ്മൂക്കയുടെ ഒപ്പം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജയറാമേട്ടൻ സൈഡായി പോയിട്ടൊന്നുമില്ലായിരുന്നു. മമ്മൂക്കയുടെ രംഗങ്ങൾ മമ്മൂക്ക വന്നതിന് ശേഷം അങ്ങോട്ട് എല്ലാവരും ഒന്ന് പോയി കാണാൻ പറ്റിയ, കൂടെ കൊള്ളാത്ത പടമൊന്നുമല്ല, കണ്ടിരിക്കാവുന്ന ഒരു പടമെന്ന് പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.